ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഹായ്. അപ്പൊ ഇൻട്രോ ഞങ്ങൾ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലേ ഇൻട്രോ പറയണത്. അതല്ലേ അമ്പുടി ഇങ്ങനെ ഇരിക്കുന്ന, ഇങ്ങനെ എണ്ണയൊക്കെ തേച്ചിരിക്കുന്നത്. ഏതെണ്ണ നമ്മൾ തേച്ചേ? വാവയുടെ എണ്ണ. ഏതെണ്ണ? വാവയുടെ എണ്ണ. കുഞ്ഞു വാവയുടെ എണ്ണ എപ്പോഴും തേക്കുന്നല്ലേ? ബുമ്മൊന്ന് പറഞ്ഞേ. യെസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എപ്പോഴും ഹായ്, ഇപ്പഴല്ല ഹായ് പറയാം. അമ്പുടുപ്പ ഹായ് പറഞ്ഞില്ലേ? അവർ ഈ വീഡിയോ കാണുമ്പോഴാണ് ഹായ് പറയുന്നത്. അപ്പൊ എല്ലാരും കമന്റ് ബോക്സിൽ ഹായ് പറയും കേട്ടോ. എല്ലാരും അമ്പുടിന് ഹായ് പറയണേ. അപ്പൊ പറഞ്ഞു വന്നത് ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ ട്രിപ്പൊക്കെ പോയ വീഡിയോസാണ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു വീഡിയോ, ഈ ഒരു വീഡിയോ അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെയോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല, അമ്പുടുവിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ കാര്യം, ഞാൻ കുറേ നാളത്തേക്ക് 2 വർഷമൊക്കെ ആയിട്ട് ഞാൻ അവന് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ കാര്യം അവനെ കുളിപ്പിക്കുമ്പോഴായിക്കോട്ടെ, അവന് തലയിൽ തേക്കാനായിക്കോട്ടെ, അവനെ എപ്പോഴും ഞാൻ എണ്ണയൊക്കെ തേച്ച് നല്ലതായിട്ടാണ് കുളിപ്പിച്ചെടുക്കുന്നത്. അവനെ തേക്കുന്ന എണ്ണ, ആ എണ്ണയാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. എല്ലാവർക്കും അറിയുന്നതാണ് ഒലിവ് ഓയിൽ. നമ്മുടെ ലെവലപ്പിൻ്റെ നാച്ചുറൽസ് ഒലിവ് ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഇത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. ഇതിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്കിന്നൊക്കെ, അവരുടെ സ്കിന്നൊക്കെ അല്ലേ ഭയങ്കരമായിട്ട് സ്മൂത്തായിട്ട് കുറച്ച് നല്ല മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കത്തില്ല, അതുപോലെ ഇരിക്കുന്ന നമുക്ക് തോന്നും നല്ല അങ്ങനെ ഇരിക്കട്ടെ. കാരണം കുഞ്ഞുങ്ങളുടെ സ്കിൻ ഓൾറെഡി നല്ലൊരു ഇങ്ങനെ ഗുളുഗുളു നല്ലൊരു സ്കിന്നല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ തോന്നും. എന്തെങ്കിലുമൊക്കെ അവർക്ക് കുറച്ച് ബ്രൈറ്റൻ ഡെയിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നന്നായിട്ടൊക്കെ മസാജ് ചെയ്ത് കൊടുത്ത് കുളിപ്പിച്ചെടുക്കുമ്പോഴത്തേനും നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ ചിലപ്പോൾ തണുപ്പും ഡ്രൈനെസ് ഒക്കെ ഉള്ള ടൈം വരുമല്ലോ. ചില കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും. കാരണം പോലെ കുറച്ച് ഓയിലി ആയിട്ടിരിക്കുന്ന സ്കിന്നാട്ടോ. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഞാൻ കുളിപ്പിക്കുമ്പോഴേ ഓയിലൊക്കെ ഇട്ട് തേച്ച് കുളിപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും ഇതുപോലെ തന്നെ നല്ല ഭംഗിയിലിരിക്കുന്നതാണ് കേട്ടോ അവൻ്റെ ഒരു സ്കിന്ന്. വന്നിട്ട് ആർക്കെങ്കിലും ഡ്രൈ സ്കിന്നൊക്കെ ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് സ്കിന്ന് കുറച്ചും കൂടെ നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കും. ഒരു ബേബി സ്കിൻ ഉണ്ടല്ലോ, അതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ചധികം യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ തലയിലൊക്കെ തേക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡെയിലി തന്നെ തേക്കാറുണ്ട്. കാരണം അവരുടെ മുടിയൊക്കെ സ്കിന്നൊക്കെ നല്ല വിഷിംഗ് ആയിട്ടിരിക്കും, നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ തലയിലൊക്കെ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇത് തുറക്കാൻ ചെയ്യാം. അവിടെ തുറക്കുന്ന സംഭവം, അതുപോലെ തന്നെ നമുക്കത് അടച്ച് ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതായത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ശരീരത്തെ ഏത് എണ്ണ, മേത്തൊക്കെ ഏത് എണ്ണ തേക്കുക എന്നുള്ളത് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ആയിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇനി കൺഫ്യൂഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്താണേലും ഞാൻ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ, അതുപോലെ കമന്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഓക്കെ.